ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രി പാർട്ടാണ് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആയിരിക്കും. ആ ഭാഗം കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ക്രിയാശീല ശ്രേണിയാണ് പഠിക്കാനുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂവൽക്കത്തിൽ ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും അതുപോലെ ക്രിയാശീലത കുറഞ്ഞവ ഈ കുലീന ലോഹങ്ങൾ പോലെയുള്ളവ സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നുണ്ടെന്ന്. എന്താണ് ക്രിയാശീലത? ചില ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ശ്രേണിയുണ്ട്. അതിനെയാണ് എന്ത് പറയുക? ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രേണിയിൽ ഈ സീരീസിൽ രാസപ്രവർത്തന ശേഷിയുടെ ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇത് ഹൈഡ്രജനുമായിട്ടാണ് അതിനെ താരതമ്യപ്പെടുത്തുന്നത്. ഓക്കെ, ഹൈഡ്രജൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രിയാശീല ശ്രേണിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലോഹങ്ങൾക്ക് ക്രിയാശീലത കൂടുതലും ഹൈഡ്രജന് താഴോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ക്രിയാശീലത കുറവുമാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് ക്രിയാശീല ശ്രേണി എന്നത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ് ഇത്രയും ലോഹങ്ങൾക്ക് ഹൈഡ്രജനെ അപേക്ഷിച്ച് ക്രിയാശീലത കൂടുതലും ഹൈഡ്രജൻ്റെ തൊട്ട് താഴെയായി കാണുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിവയ്ക്ക് ഹൈഡ്രജനെ അപേക്ഷിച്ച് ക്രിയാശീലത കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുകയും അതുപോലെ ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല എന്ന പോയിന്റും ഓർത്തു വയ്ക്കുക. ഇനി ഇത്രയും ലോഹങ്ങളെ ഓർത്തു വയ്ക്കാനായിട്ടൊരു കോഡുണ്ട്. ഓൾറെഡി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കോഡ് തന്നെയായിരിക്കും. PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാസിൻ എന്നൊരു കുട്ടി ഒരു ടിന്നിൽ കുറച്ച് ലഡുവുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അവൻ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ കണ്ടു. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? കോപ്സിൻ്റെ, അതായത് പോലീസിൻ്റെ കോപ്സിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോപ്സിൻ്റെ എക്സാം എഴുതിയിട്ട് അവനൊരു ഗോൾഡ് മെഡലും ലഭിച്ചു. ഇതാണ് കോഡ്. അപ്പോൾ നോക്കൂ, ഇതിൽ നിങ്ങൾ സിമ്പിൾസ് വെച്ചൊന്നും നോക്കരുത്. PSC എന്ന് പറയുന്നതിൽ P പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, ദെൻ മെയ്സിൻ എന്നുള്ള പേര് നോക്കുക, അതിൽ M മഗ്നീഷ്യം, ദെൻ അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, പിന്നെ ടിൻ്റെ ഉള്ളിൽ എന്താണ്? ലഡു ആണ് അല്ലേ? അപ്പോൾ ലെഡ്. പിന്നെ എന്ത് കണ്ടു? ഹൈഡ്രജൻ ബലൂൺ കണ്ടു. അപ്പോൾ ഹൈഡ്രജൻ. ദെൻ കോപ്സിൻ്റെ എക്സാം എഴുതാനായിട്ട് ആണ് പോയത്. അതിൽ COP എന്നുള്ളത് കോപ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോപ്സിലെ S സിൽവർ, ദെൻ ഗോൾഡ് മെഡൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഗോൾഡ്. അപ്പോൾ ഈ ഒരു ക്രിയാശീല ശ്രേണി നമുക്ക് അങ്ങ് ബൈഹാർട്ടായി. PSC എക്സാം എഴുതാനായിട്ട് മാസിൻ എന്ന കുട്ടി ടിന്നിൽ ലഡുവുമായിട്ട് പോയ വഴിക്ക് ഹൈഡ്രജൻ ബലൂൺ കണ്ടു. അവൻ പോയത് കോപ്സ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്ത് കിട്ടി? ഗോൾഡ് മെഡൽ കിട്ടി എന്നും കൂടി ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ക്രിയാശീല ശ്രേണി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അയിരുകൾ എന്താണ്, ധാതുക്കൾ എന്താണെന്നൊക്കെ പഠിക്കണം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ലോഹത്തിൻ്റെ അയിര് എന്നായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ധാതുവിൽ നിന്ന് അതിനെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഇത് നമുക്കൊരു ഐഡിയയിലൂടെ പഠിക്കാം. ഓക്കെ, എങ്ങനെ പഠിക്കാം? ഐഡിയയിലൂടെ. ഈ ഐഡിയയുടെ ഐയും ഡിയും ഒന്ന് കടമെടുക്കാം നമുക്ക്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഐഡിയയുടെ ഐയിൽ എന്താണ്? എല്ലാ അയിരുകളും. പിന്നെ ഡി എന്താണ്? ധാതുക്കളാണ്. അപ്പോൾ ഐ ഡി എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ ഒരു പ്രത്യേകത ഉള്ളത് ബോക്സൈറ്റിനാണ്. അതായത് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത് ബോക്സൈറ്റിനാണ്. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണ്, തിരിച്ച് എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അതുപോലെ അയണിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഓക്കെ, സിങ്കിൻ്റെ ആണെങ്കിലോ സിങ്ക് ബ്ലെൻഡ് കലാമിൻ. കലാമിനൊക്കെ ഒരു 100 പ്രാവശ്യത്തോളം ചോദിച്ച ചോദ്യങ്ങളാണ്. കോപ്പറിൻ്റെയോ കോപ്പർ പൈറിറ്റ്സ്, കുപ്രൈറ്റ് എന്നിവയൊക്കെ കോപ്പറിൻ്റെ അയിരുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? സ്ക്രീനിൽ ഇതിൻ്റെ നോട്ട്സ് കൂടി കാണിക്കുമോ എന്നൊരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്നത് റിവിഷനാണ്. ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് തീർക്കുക എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഡബിൾ എക്സ് സ്പീഡിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കേൾക്കുക ക്ലാസ്സുകൾ. അതുകൊണ്ടാണ് ഓഡിയോയിൽ മാത്രമായിട്ട് ഒതുക്കുന്നത്. ഇനി നോട്ട്സ് കിട്ടിയേ തീരുള്ളൂ എന്നുള്ളവർക്ക് SCERT ക്ലാസ് 10 ലോഹനിർമ്മാണം എന്ന് പറയുന്ന 4th ചാപ്റ്റർ, ആ 4th ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മെറ്റലർജി എന്ന് നോക്കാം. ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്ന വരെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ എല്ലാ പ്രക്രിയയും കൂടെ ചേർത്തിട്ടാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ മെറ്റലർജിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ആണ്, അതായത് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്ന ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത്. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഇനി തേർഡ് വണ്ണാണ് ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നത്. അങ്ങനെ 3 ഘട്ടങ്ങളാണ് ഈ മെറ്റലർജി എന്ന പ്രോസസ്സിന് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അയിരുകളുടെ സാന്ദ്രണം എന്ന ഭാഗത്ത് ഒരു 2-3 പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അതായത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. എന്താണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത്, അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപദ്രവ്യം, നമ്മുടെ അപദ്രവ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്യാങ് എന്ന് പറയുന്നത്. ഈ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ആണ് ഈ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ് സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ, ഈ വേസ്റ്റ് മാറ്റേഴ്സിനെ ജലപ്രവാഹത്തിൽ അങ്ങ് കഴുകി മാറ്റും. അതിന് എക്സാമ്പിളാണ് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. ഇതൊക്കെ ജലപ്രവാഹത്തിലാണ് കഴുകിയെടുക്കുന്നത്. അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാങ് എന്നുള്ളത് മുകളിൽ പൊന്തി കിടക്കും. അപ്പോൾ നമ്മൾ കഴുകി മാറ്റുമ്പോൾ ഗ്യാങ് അങ്ങ് അപദ്രവ്യം അങ്ങ് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ സാന്ദ്രത കൂടിയിട്ടുള്ള അയിരിൻ്റെ സസ്പെൻഷൻ അടിഞ്ഞു കിടക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രോസസ്സാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലാവുന്ന കേസുകളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറഞ്ഞ കേസിലാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത്. ഇവിടെ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള കേസിലാണ് നമുക്ക് പ്ലവന പ്രക്രിയ യൂസ് ചെയ്യാവുന്നത്. പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാം, സൾഫൈഡ് അയിരുകൾക്ക് സാന്ദ്രണം ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. അതായത് സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈററ്റ്സ്, അതിലും കൂടി നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. അതുപോലെ സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈററ്റ്സിനെല്ലാം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ അയിരിൻ്റെ സാന്ദ്രത കുറവാണ് എന്നാലോചിച്ച് വയ്ക്കാം. അയിരിൻ്റെ സാന്ദ്രത കുറവും അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കൂടുതലുമാണ്. അടുത്തത് കാന്തിക വിഭജനം. കാന്തിക വിഭജനം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഇതിലേതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതായത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ അയിരിനെയൊക്കെ ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ഒന്നുകിൽ അയിരിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ അപദ്രവ്യത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളതിനെ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപദ്രവ്യത്തിൽ നിന്ന് അയിരിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റനെ നീക്കം ചെയ്യുന്നതും ഈ പ്രക്രിയ ഉപയോഗിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം കാന്തിക പ്രോപ്പർട്ടി ഉണ്ടായാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളത്. അടുത്തത് ലീച്ചിങ്. പല ആവർത്തി PSC ചോദിച്ച ചോദ്യമാണ് ലീച്ചിങ്. അതായത് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കും. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കും. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യും? അരിച്ചങ്ങ് മാറ്റും. ഈ അരിച്ച് കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിരിനെ വേർതിരിച്ചെടുക്കും. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏത്? PYQ ആണ്, ലീച്ചിങ് ആണ്. അപ്പോൾ ഈ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം എന്താണ്?
എന്താണ് അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Al2O3 2H2O. Al2O3 2H2O എന്നാണ് ബോക്സൈറ്റിൻ്റെ രാസസൂത്രം. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അങ്ങ് അരിച്ച് മാറ്റും. ഈ അരിച്ച് കിട്ടിയ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് ചെയ്യും, രാസപ്രക്രിയയിലൂടെ ശുദ്ധമായിട്ടുള്ള അയിര് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് വേർതിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ അയിരുകളുടെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട് 4 പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ സാന്ദ്രീകരിച്ച് കിട്ടിയ അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഘട്ടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് 2 പ്രോസസ്സ് ഉണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്നാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. ഇവിടെ എന്ത് വേണ്ട? വായു വേണ്ട. വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് കാൽസിനേഷൻ ചെയ്യുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഹ കാർബണേറ്റുകളും അതുപോലെ ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യാം. എങ്ങനെയാണ്? ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡുകളായിട്ടാണ് മാറുന്നത്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. അത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ റോസ്റ്റിംഗ് എന്തായിരിക്കും? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലും റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലും അയിരിനെ ഓക്സൈഡ് ആക്കുന്ന പ്രോസസ്സാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഈ ഓക്സൈഡ് ആക്കിയിട്ടുള്ള അയിരിൻ്റെ നിരോക്സീകരണത്തെക്കുറിച്ചാണ്. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ഈ നിരോക്സീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. ഓക്കെ, അപ്പോൾ അനുയോജ്യമായിട്ടുള്ള നിരോക്സീകാരികൾ അതിന് വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയൊക്കെയാണ് നിരോക്സീകാരികളായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയൊക്കെ. അത് എന്തിൻ്റെ ബേസിസിലാണ് തീരുമാനിക്കുക? ഈ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഏത് നിരോക്സീകാരി വേണം എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്രിയാശീലം കൂടിയത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യും? അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ഓക്കെ, ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണെന്ന് ഓർത്ത് വെക്കുക. വൈദ്യുതി ഒരു നിരോക്സീകാരിയാണ്. കൂടാതെ കാർബൺ മോണോക്സൈഡ് ഒക്കെ നിരോക്സീകാരികൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ലോഹ ശുദ്ധീകരണം. എന്താണ് ലോഹ ശുദ്ധീകരണം? ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം. അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം എന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റലർജിയുടെ ലാസ്റ്റ് പ്രോസസ്സാണ് ലോഹ ശുദ്ധീകരണം എന്നത്. ലോഹ ശുദ്ധീകരണത്തിന് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ മാർഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ലിക്വേഷൻ എന്താണെന്ന് നോക്കാം. അതായത് കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് അങ്ങനത്തെ ലോഹങ്ങളിലൊക്കെ അപദ്രവ്യമായിട്ട് ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുക്കി വേർതിരിക്കൽ എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളിലൊക്കെ അപദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ അപദ്രവ്യങ്ങൾക്ക് ഉയർന്ന ദ്രവണാങ്കം ഉള്ളതായിരിക്കും. അപ്പോൾ ഇത്തരം ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചങ്ങ് ചൂടാക്കുകയാണ്. അപ്പോൾ ഈ ശുദ്ധലോഹം എന്ത് ചെയ്യും? അപദ്രവ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി അങ്ങ് താഴോട്ട് വീഴും. ഓക്കെ, ഈ ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങൾ അവിടെ തന്നെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് വന്ന് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷനാണ്. അതാണ് സംഭവം. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളാണ്, അതായത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി അങ്ങനെയുള്ളവയൊക്കെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വേദനം എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വേദനം എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എങ്ങനെയാണ്? അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു
റിട്ടോർട്ടിൽ വെച്ചിട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ അവിടെ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ അതിനെ കളക്ട് ചെയ്യും. ഈ ബാഷ്പത്തെ ഘനീഭവിച്ചിട്ട് ശുദ്ധലോഹം ഉണ്ടാക്കുകയാണ് സ്വേദനം എന്ന പ്രോസസ്സിൽ ചെയ്യാം. ഓക്കെ, കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവ ശുദ്ധീകരിക്കുന്ന രീതിയാണ് സ്വേദനം. കപട സംക്രമണ മൂലകങ്ങളാണല്ലോ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ. അവയെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് സ്വേദനം എന്നുള്ളത്. ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, കപട സംക്രമണ മൂലകങ്ങൾ വേർതിരിക്കുന്ന അല്ലെങ്കിൽ അവയുടെ ലോഹശുദ്ധീകരണ പ്രോസസ്സ് ഏതാണ്? സ്വേദനമാണ്. ഓക്കെ, അപ്പോൾ ഇവയെ എന്ത് ചെയ്യും? ഒരു റിട്ടോർട്ടിൽ വെക്കും, എന്നിട്ട് അങ്ങ് ചൂടാക്കും. ചൂടാക്കുമ്പോൾ ഇവ പെട്ടെന്ന് ബാഷ്പീകരിക്കും. ഈ ബാഷ്പം കളക്ട് ചെയ്തിട്ട് അതിനെ ഘനീഭവിച്ച് ശുദ്ധലോഹം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സ്വേദനം. അടുത്തത് എന്താണ്? അടുത്തത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം ഇവിടെ എങ്ങനെ ചെയ്യും? ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം എടുക്കും, എന്നിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യം അടങ്ങിയിട്ടുള്ള സാധനം പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും വെക്കും. ക്ലിയർ ആയല്ലോ? ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം എടുത്തിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡായിട്ട് വെക്കും. അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഡായിട്ട് എന്ത് ചെയ്യും? അപദ്രവ്യം അടങ്ങിയ ലോഹം, ആനോഡായിട്ട് വെക്കുന്നത് അപദ്രവ്യം അടങ്ങിയ ലോഹമാണ്. എന്നിട്ട് ആ ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റ് ആയിട്ടും വെക്കും. എന്നിട്ട് എന്ത് നടത്തും? വൈദ്യുത വിശ്ലേഷണം നടത്തും. ഓക്കെ, അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്നുള്ളതും ഒരു ലോഹശുദ്ധീകരണ പ്രോസസ്സാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നിർമ്മാണ പ്രക്രിയകൾ പരിചയപ്പെടാം കേട്ടോ. ബോഷ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അതുപോലെ ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. അലുമിനിയം ഒക്കെ കഴുകി, അലുമിനിയം പാത്രം കഴുകി നമ്മൾ ഹാളിൽ കൊണ്ടുപോയി വെച്ചു എന്ന് ഓർക്കാം കേട്ടോ. ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് അലുമിനിയത്തിൻ്റെയാണ്. അതുപോലെ ഡൗൺസ് പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയമാണ്. ഡൗൺസ് പ്രക്രിയ സോഡിയം. അതുപോലെ ഡീക്കൻ പ്രക്രിയ എന്താണ്? ഡീക്കൻസ് പ്രക്രിയ അത് ഈ ക്ലോറിൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഡീക്കൻസ് പ്രക്രിയ എന്ന് പറയുന്നത്. ക്ലോറിൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഡീക്കൻസ് പ്രക്രിയ. ഓക്കെ, ഇനി സമ്പർക്ക പ്രക്രിയ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. ഓസ്റ്റ്വാൾട്ട് പ്രോസസ്സ് എന്താണ്? ഓസ്റ്റ്വാൾട്ട് പ്രോസസ്സ് നൈട്രിക് ആസിഡ് HNO3യുടെ നിർമ്മാണ പ്രക്രിയയാണ്. ഓസ്റ്റ്വാൾട്ട് പ്രോസസ്സ് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. അതുപോലെ ഹേബർ പ്രോസസ്സോ? ഹേബർ പ്രോസസ്സ് നമ്മൾ ഹാർബറിലൊക്കെ അല്ലേ മീൻ കേടാവാതെ അമോണിയ ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഹേബർ പ്രോസസ്സ് അമോണിയ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? സയനൈഡ് പ്രക്രിയ എന്തിനു വേണ്ടിയിട്ടാണ്? സയനൈഡ് പ്രക്രിയ അതായത് സിൽവർ, ഗോൾഡ് എന്നിവയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സയനൈഡ് പ്രക്രിയ. ഓക്കെ, അപ്പോൾ ഫ്രാഷ് പ്രക്രിയ സൾഫറിന് വേണ്ടിയിട്ടായിരുന്നു. ഓസ്റ്റ്വാൾട്ട് പ്രോസസ്സ് നൈട്രിക് ആസിഡ് അല്ലേ അക്വാ ഫോർട്ടീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. ഓക്കെ, ഇനി സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ്, ഡൗൺസ് പ്രക്രിയ സോഡിയവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഹാൾ ഹെറോൾഡ് ആണെങ്കിൽ അലുമിനിയം ആണ്. ഹേബർ പ്രക്രിയ അമോണിയയാണ്. അതൊക്കെ ഓർത്ത് വയ്ക്കാം കേട്ടോ. നമുക്കിനി ആവർത്തന പട്ടികയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ് അല്ലേ? ലാവോസിയെ 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെയാണ് അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തത്. ഉപലോഹങ്ങളെ അദ്ദേഹം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി ലാവോസിക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഡൊബൈറൈനർ. ഡൊബൈറൈനറിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ത്രികങ്ങളാണ് അല്ലേ? ത്രികങ്ങൾ അതായത് സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഡൊബൈറൈനർ ത്രികങ്ങൾ എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി അടുത്തത് ന്യൂലാൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ന്യൂലാൻഡ്സ് 56 മൂലകങ്ങളെ ക്രമമായിട്ട് അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അത് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ആ നിയമത്തെ അഷ്ടമ നിയമം എന്ന് പേരിട്ട് വിളിക്കുകയാണ്. അഷ്ടമ നിയമം. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അതുപോലെ അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തത് ആരാണ്? അന്റോണിയോ ലാവോസിയാണ്. ത്രികങ്ങൾ എന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഡൊബൈറൈനറാണ്. അതുപോലെ അഷ്ടമ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ക്ലാസിഫൈ ചെയ്തത് 56 മൂലകങ്ങളെയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആറ്റോമിക മാസ് കൂടി വരുന്നതിനനുസരിച്ച് മൂലകങ്ങൾ ഈ ഒരു നിയമം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അഷ്ടമ നിയമത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാണ് മെൻഡലീഫ് അല്ലേ? അപ്പോൾ 63 മൂലകങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതായത് ഈ
മൂലകങ്ങളെ മെൻഡലീഫ് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ഒരു പട്ടികയിൽ വിന്യസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നുള്ള ഒരു തിയറിയിലേക്ക് മെൻഡലീഫ് എത്തിച്ചേരുകയാണ്. ഇതാണ് ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നുള്ളതാണ് നമ്മുടെ മെൻഡലീഫിൻ്റെ ക്രമാവർത്തന നിയമം. പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ടായിരുന്നു? 63 മൂലകങ്ങളുണ്ടായിരുന്നു. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ ഇവയെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ 8 ഗ്രൂപ്പും 7 പീരീഡുകളുമാണ് ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. അപ്പോൾ ഒരേ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ അല്ലേ? വിലങ്ങനെയുള്ള കോളങ്ങളെ പീരീഡുകൾ എന്ന് പറയും. അപ്പോൾ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കെമിസ്ട്രിയുടെ പഠനം എളുപ്പമാക്കുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ചില മൂലകങ്ങൾ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. അതിന് കാരണം ആറ്റോമിക മാസ് നിർണ്ണയത്തിലെ അപാകതയാണെന്നും അങ്ങനെ അപാകതയുള്ളതിനെയൊക്കെ അദ്ദേഹം പുനർനിർണ്ണയിക്കുകയും ചെയ്തു. ആറ്റോമിക മാസ് പുനർനിർണ്ണയിക്കുകയും ചെയ്തു. അതായത് ബെറീലിയത്തിൻ്റെ ആറ്റോമിക മാസ് 14 എന്നായിരുന്നു അതുവരെ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം അതിലെ അപാകത പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ആറ്റോമിക മാസ് 9 പുനർനിർണ്ണയിച്ചു. ഓക്കെ, പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ചില മൂലകങ്ങൾ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതിന് കാരണം ഈ ആറ്റോമിക മാസ് നിർണ്ണയത്തിലെ അപാകതയാണെന്നും ആ അപാകതകളൊക്കെ മാറ്റി അദ്ദേഹം ആറ്റോമിക മാസ് പുനർനിർണ്ണയിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പോയിന്റ്, കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു? സ്പേസ് ഒഴിച്ചിട്ടു അല്ലേ? കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ ഓൾറെഡി പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മേന്മകളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ 3 പരിമിതികളും SCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. ഗുണങ്ങളിൽ ഒരുപാട് വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതായത് സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെ ഉൾപ്പെടുത്തി എന്നത് ഒരു പോരായ്മയായിട്ട് എടുത്തു പറയുന്നുണ്ട്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ പരിമിതികളിൽ ഗുണങ്ങളിൽ വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതായിട്ട് എടുത്തു പറയുന്നുണ്ട്. സോഡിയം, പൊട്ടാസ്യം എന്നീ മൃദുലോഹങ്ങളെ കോപ്പർ, സിൽവർ എന്ന കാഠിന്യം കൂടിയ ലോഹങ്ങൾ കൂടെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള ലോഹങ്ങളോടൊപ്പം അലോഹമായിട്ടുള്ള ഹൈഡ്രജനെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അലോഹമായിട്ടുള്ള ഹൈഡ്രജന് ലോഹങ്ങളോടൊപ്പമാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോരായ്മയായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആധുനിക പീരിയോഡിക് നിയമം നോക്കാം. ആധുനിക പീരിയോഡിക് നിയമം 1869 നമ്മുടെ ഈ മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോഴേ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതിൻ്റെ മൗലിക കണങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മോസ്ലി അദ്ദേഹത്തിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ 1913 മൂലകങ്ങൾക്ക് ക്രമ നമ്പറൊക്കെ നൽകി. അപ്പോൾ ആ ക്രമ നമ്പറിനെയാണ് പിന്നീട് ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് ആരാണ്? മോസ്ലി ആണ്. ഓക്കെ, ഇപ്പോൾ അത് നോക്കുക. മോഡേൺ പീരിയോഡിക് ടേബിൾ, ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന മോസ്ലി ആണ്. അതുപോലെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നാരാന്ന് ചോദിച്ചാൽ അത് മെൻഡലീഫും ആണ്. മോഡേൺ, മോസ്ലി എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആകെ 7 പീരീഡുകളും അതുപോലെ 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും. നമ്മുടെ സ്കൂളിലൊക്കെ എത്ര പീരീഡാണ്? 7 പീരീഡ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കാം.
ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും കൂടെ ചേർന്ന് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി 3 മുതൽ 12 വരെയുള്ളവയെ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി അടുത്തുള്ള ഗ്രൂപ്പുകളൊക്കെ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ബോറോൺ ഫാമിലി ഉണ്ട്, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി. 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻ ഫാമിലി ആൻഡ് ഫൈനലി 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ട മൂലകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പ്. 18ാമത്തെ ഗ്രൂപ്പ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാം. ഇനി ഫൈനലി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ലെന്തനൈഡുകളും ആക്ടിനോയിഡുകളുമാണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അവസാനമായി കാണപ്പെടുന്ന 2 ലൈൻസ്, അതായത് ലെന്തനോയിഡും ആക്ടിനോയിഡ്സും വരുന്ന 57 മുതൽ 71 വരെയുള്ള എലമെൻസും അതുപോലെ 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള എലമെൻസുമാണ്. 6th പീരീഡും 7th പീരീഡും ആയിട്ടുള്ള എലമെൻസ്, അവയെയാണ് എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ റെയർ എർത്ത് എലമെൻസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ എഫ് ബ്ലോക്ക് എലമെൻസ് കൂടിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സംക്രമണ മൂലകങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാഡ്മിയം, സിങ്ക്, മെർക്കുറി. കാഡ്മിയം, സിങ്ക്, മെർക്കുറി എന്നിവ കപട സംക്രമണ മൂലകങ്ങളാണ്. കപട സംക്രമണ മൂലകങ്ങളെ കുറിച്ച് നമ്മൾ ലോഹ ശുദ്ധീകരണം പഠിച്ചപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർക്കുന്നോ? താരതമ്യേന കുറഞ്ഞ തിളനില ഉള്ള ലോഹങ്ങളാണ് ഈ കപട സംക്രമണ മൂലകങ്ങൾ, അല്ലെ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയ്ക്ക് താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ളവയാണ്. അവയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വേദനം എന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അത് ഓർക്കുക. നമുക്ക് ഈ നോബിൾ ഗ്യാസസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ, റെയർ ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്, അല്ലെ? 18ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്? 18ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റഡോൺ, ഓഗനസൺ എന്ന ഇത്രയും 7 മൂലകങ്ങളാണ് 18ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓഗനസന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 118 ആണ് ഓഗനസന്റെ ആറ്റോമിക നമ്പർ. ഓക്കെ, ഇവ ഏക ആറ്റോമിക തന്മാത്രകളാണ് എന്നാലോചിച്ച് വയ്ക്കുക. ഇവ ഏക ആറ്റോമിക തന്മാത്രകളാണ്. സാധാരണയായിട്ട് മറ്റുള്ളവയുമായിട്ടൊന്നും സംയോജിക്കാത്തതിനാലാണ് ഇവയെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂരണം ചെയ്ത് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് മറ്റുള്ളവയായിട്ടൊന്നും ഇത് കോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോജിക്കാനായിട്ട് പോവാറില്ല. അതുകൊണ്ട് ഇവയെ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവ വാതകങ്ങൾ എന്നും വിളിക്കുന്നു. അതുപോലെ ഹീലിയത്തിന്റെ കേസ് എന്താ? ഹീലിയത്തിന് സാന്ദ്രത വളരെ കുറവാണ്. സാന്ദ്രത കുറഞ്ഞ ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നു. നിയോണിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നത് ഓറഞ്ച് നിറത്തിന് വേണ്ടിയിട്ട് നിയോൺ ആണ്. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവയിൽ ആർഗൺ വാതകം നിറയ്ക്കുന്നുണ്ട്. അതുപോലെ റെഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മൂലകമാണ്. അതായത് ആൽഫ, ബീറ്റ, ഗാമ റേസ് ഒക്കെ പുറത്തുവിടുന്ന മൂലകമാണ് റെഡോൺ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ആണ്. റെഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഒരു വാതകം കൂടിയാണ് റെഡോൺ എന്ന് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഇനി ഗ്രൂപ്പ് നമ്പർ 3 to 12, അതായത് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഈ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സംക്രമണ മൂലകങ്ങളെല്ലാം എന്താണ്? ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ് സംക്രമണ മൂലകങ്ങൾ. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും സംക്രമണ മൂലകങ്ങൾ സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ദ്രാവകം ആയിട്ട് വരുന്നത് മെർക്കുറി മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു സോളിഡ് സ്റ്റേറ്റിൽ വരുന്നവയാണ് സംക്രമണ മൂലകങ്ങൾ. ഇനി ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ഇവ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകളാണ്.
ഇനി നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ടത് കുറച്ച് ആറ്റോമിക് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഗ്രൂപ്പിലുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അതുപോലെ പീരീഡിലുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴേക്കുള്ള കുത്തനെയുള്ള വരകളെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. താഴേക്കാണ്, മുകളിൽ നിന്ന് താഴേക്ക്. പീരീഡ് ആണെങ്കിൽ ഇടത് നിന്ന് വലത്തേക്ക്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഗ്രൂപ്പിലെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടിയാണ് വരുന്നത്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ലോഹ സ്വഭാവവും കൂടുന്നു. രണ്ട് കാര്യങ്ങളാണ് ഗ്രൂപ്പിൽ കൂടുന്നത്. ഏതൊക്കെയാ? ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവുമാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുന്നത്. കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് അലോഹ സ്വഭാവം, അയോണീകരണ ഊർജം, ഇലക്ട്രോനെഗറ്റിവിറ്റി. അലോഹ സ്വഭാവം, അയോണീകരണ ഊർജം, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നിവ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കുറഞ്ഞാണ് വരുന്നത്. ഗ്രൂപ്പ് പഠിച്ചു വെക്കുക. അതിൻ്റെ നേരെ വിപരീതമാണ് പീരീഡിലുള്ളതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവും ഗ്രൂപ്പിൽ കൂടുന്നു. അലോഹ സ്വഭാവം, അയോണീകരണ ഊർജം, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നിവ കുറയുന്നു. ക്ലിയർ അല്ലേ? ഇനി പീരീഡിലെ കേസാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തെ കാര്യമാണ്. ആറ്റത്തിൻ്റെ വലിപ്പം എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ നേരെ റിവേഴ്സാണ്. ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവും കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവും പീരീഡിൽ കുറയാണ് ചെയ്യുന്നത്. അലോഹ സ്വഭാവവും അയോണീകരണ ഊർജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും കൂടുന്നു. ക്ലിയർ ആണോ? ആറ്റത്തിൻ്റെ വലിപ്പം, ലോഹ സ്വഭാവം എന്നിവ പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും കുറഞ്ഞു വരുമ്പോൾ അലോഹ സ്വഭാവവും അയോണീകരണ ഊർജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടിയാണ് വരുന്നത്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടിയാൽ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ നിങ്ങൾ XX സ്പീഡിലിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളും സമയവും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്ത് എത്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.